ഹായ് ഗൈസ്. വീട്ടിലിരുന്ന് ബോറടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സ്ഥിരം ചെയ്യാറുള്ളൊരു പരിപാടിയാണ് കേട്ടോ. ഏതെങ്കിലും വീക്കെൻഡ്, നോർമലി വ്യാഴാഴ്ച ദിവസമൊക്കെ ആവും ഞങ്ങളിങ്ങനെ വെറുതെ നടക്കാനിറങ്ങും. നടക്കുമ്പോൾ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ ഇവിടെ പതിവാണ് കേട്ടോ. ഇതാണ് നമ്മളുടെ ആഫ്രിക്കൻ റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇവിടെ നല്ല ഒരു പാസ്ത കിട്ടും, നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറേ പേരൊക്കെ വരാറുണ്ട്. പക്ഷേ അപ്പുറത്തെ ഒരു ടർക്കിഷ് റെസ്റ്റോറൻ്റ് ഉണ്ട്, അപ്പോൾ അവിടെയാണ് ആൾക്കാർ മെയിനായിട്ടും വരുന്നത്. എന്നാലും ഇവരുടെ ഇതിന് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഒരു റോഡൊന്ന് കടന്നിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുട്ടികളെയും അതുപോലെ മുതിർന്ന ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ വണ്ടിക്കാർ നിർത്തി തരും കേട്ടോ. ഇൻ കേസ് നമ്മൾ അവരവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കും നമ്മൾ കിടക്കുന്നത് വരെ. ഒരു ബഹുമാനമുള്ള ആൾക്കാരാണ് കേട്ടോ ഇവിടെ. പൊതുവേ നമ്മൾ മലയാളികൾ പോലും ഇവിടെ വന്നു കഴിഞ്ഞ് പുറം രാജ്യങ്ങളിൽ നിൽക്കുമ്പോൾ ഭയങ്കര ബഹുമാനമുള്ള ആൾക്കാരാവുന്നു. അത് അവരുടെ രീതികൾ കണ്ടിട്ടാണോ ഇനി നമ്മളുടെ ഇതുകൊണ്ടാണോ എന്നെന്തോ അറിയില്ല. റൂമിലിരുന്ന് ബോറടിച്ച് കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ നടക്കാനൊക്കെ പോകാറുണ്ട് കേട്ടോ. ഞങ്ങൾ പോകുന്നത് ചെറിയൊരു പർച്ചേസിങ്ങും ഉണ്ട്, പിന്നെ ചെറുതായിട്ടൊരു ചായ കുടിക്കാം, എന്തെങ്കിലും സ്നാക്സ് കഴിക്കാം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത്. എൻ്റെ കൂടെയുള്ളത് ഞങ്ങളുടെ ഫ്ലാറ്റിൽ തന്നെ 9th ഫ്ലോറിൽ താമസിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവൾ കൊൽക്കട്ടയിലാണ് കേട്ടോ താമസിക്കുന്നത്. അവർ ഒരു ബാനർജി ഫാമിലിയാണ്. ബാനർജി, അവളുടെ ഹസ്ബൻഡ് ചാറ്റർജി, അങ്ങനെ സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെ ഒരു ഫാമിലിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ വന്നതിന് ഇവിടെ പുതുതായിട്ട് വന്ന ഫാമിലി. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ഭയങ്കര കമ്പനിയായി. അതുപോലെ ഞങ്ങൾ പുറത്തേക്ക് പോവും. നല്ല ഫ്രണ്ട്ലിയാണ് ആൾ. ഫുള്ളി യോയോ ടീമാണ് കേട്ടോ. അങ്ങനെ ടീ കഴിക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് 7 days എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻ്റാണ് കേട്ടോ. നമ്മളെ അടുത്ത് തന്നെയാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. ചുച്ചുവിൻ്റെ ഫ്രണ്ട് അയാൻഷ് ആണ് പോകുന്നത്. അവൻ്റെ ബർത്ത്ഡേ പാർട്ടി ഇവിടെയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ, ഇവൻ്റെ ബർത്ത്ഡേ പാർട്ടിക്കാണ് ഫസ്റ്റ് ടൈമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവർ ഇവിടേക്ക് എപ്പോഴും വരാറുണ്ട് കേട്ടോ. 7 days എപ്പോഴും വരാറുണ്ട്. പിന്നെ നമുക്ക് തൊട്ടടുത്ത് മലബാർ ഡേയ്സ് ഉണ്ടല്ലോ, ഞങ്ങൾ കൂടുതലും മലബാർ ഡേയ്സിലാണ് കേട്ടോ പോവാറ്. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലോട്ട് കയറി കേട്ടോ. എവിടെയാണെങ്കിൽ ഡിസ്പ്ലേയിൽ പലതരം ഫിഷ് മാഗ്നറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ സീറ്റിലൊക്കെ പോയിരുന്നു കേട്ടോ. ഇപ്സു കാര്യമായിട്ട് എന്തോ സെർച്ച് ചെയ്യുന്നുണ്ട്. ഇപ്സിത എന്നാണ് കേട്ടോ അവളുടെ പേര്. അവൾ നന്നായി പാട്ട് പാടും കേട്ടോ, അടിപൊളിയായിട്ട് പാട്ട് പാടും. MA മ്യൂസിക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളാണ്. പക്ഷെ ഭയങ്കര ഷൈ ആണ് കേട്ടോ ആൾ. ഇതുപോലെ നടന്നു പോകുമ്പോഴൊക്കെ ഞാനിങ്ങനെ പാട്ടൊക്കെ പാടിക്കും കേട്ടോ അവളെ കൊണ്ട്. നല്ല രസമാണ് കേൾക്കാനായിട്ട്. എവിടെ പോയാലും പിന്നെ ഫോട്ടോ എടുക്കൽ പതിവാണല്ലോ. ഇപ്രാവശ്യം അത് വീഡിയോ ആയിട്ട് മാറ്റി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം വന്നു കേട്ടോ. പ്ലേറ്റ് ഷവർമ്മ ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചായയാണ് കേട്ടോ. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പ്ലേറ്റ് ഷവർമ്മ കഴിക്കുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇവിടുന്ന് ഇപ്പോൾ നേരത്തെ കാണിച്ച പോലെ ടർക്കിഷ് അവിടെ നിന്നൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഇവിടുത്തെ ഷവർമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കണം കേട്ടോ. പേയ്മെൻറ്റ് പിന്നെ അവളാണ് കേട്ടോ ചെയ്തത്. ഞങ്ങളിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കാറ്. പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാറ്. ഇപ്രാവശ്യം അവൾ കൊടുത്തു, അതിൻ്റെ ഷെയർ ഞാൻ കൊടുക്കും കേട്ടോ. ഞങ്ങളടുത്ത് തന്നെ മലബാർ ഡേയ്സ് റെസ്റ്റോറൻ്റ് ഉള്ള കാരണം ഇപ്പോൾ ഇവരിങ്ങോട്ട് ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ ഇവിടേക്ക് അങ്ങോട്ട് 7 days വരില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ചേട്ടൻ ചോദിക്കുന്നുണ്ടായി, ഇപ്പോൾ കാണാറില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായി കേട്ടോ. അപ്പം അങ്ങനെ കഴിച്ചൊക്കെ ഇറങ്ങി. ഞങ്ങൾ ഇനി ഒരു ചെറിയൊരു ഷോപ്പിങ്ങും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളടുത്ത് തന്നെ അൽസഫ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ട്രോളി എടുക്കാനുള്ള അടിപൊളിയാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് എടുക്കണം, അവസാനം മറ്റാൾ പിണങ്ങിപ്പോയിട്ടോ. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് കാണുന്നപ്പോൾ നമ്മുടെ കയ്യിൽ ചെറിയൊരു കിറ്റ് ഉണ്ടായിട്ടോ. അപ്പോൾ
അപ്പോൾ നമ്മളുടെ ആളുടെ ഹസ്ബൻഡിന് ചെറിയൊരു ഷവർമ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ഹോൾഡ് ചെയ്ത് വെക്കണം. ക്യാരി ബാഗ്സും കാര്യങ്ങളൊന്നും സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലിട്ട് അലോ ചെയ്യില്ല. നമ്മളത് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കണം. പിന്നെ ബില്ലടിച്ചൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ നമുക്കത് തിരിച്ച് വാങ്ങിക്കാം. അത്ര വലിയ ഷോപ്പിംഗ് ഒന്നും അല്ല കേട്ടോ. ചെറുതായിട്ട് ഈ സ്നാക്സ്, ബിസ്ക്കറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ ഈ കുട്ടികൾക്ക് ഇവിടെ സ്നാക്സ് കൊണ്ടുപോകണം. അപ്പോൾ അതിനുള്ള ഐറ്റംസ് മാത്രമേ നമ്മൾ എടുത്തുള്ളൂ കേട്ടോ. ഞങ്ങൾ കൂടുതലും ഇതുപോലെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ വാങ്ങിക്കുന്നത് ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. സഫയിൽ നിന്നാണ്. നമ്മളടുത്ത് തന്നെയാണ് കേട്ടോ. ഇവിടെ ഒരു രസകരമായ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഏത് മുക്കിലും മൂലയിലും കുട്ടികൾക്കായിട്ടുള്ള പ്ലേ ഏരിയ ഉണ്ടാവും. ഇത് പ്ലേ ഏരിയ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഏതോ വീടിൻ്റെ മുന്നിൽ വെച്ചിട്ടുള്ള ഒരു ഊഞ്ഞാലാണ്. അപ്പം അതിനിരുന്നപ്പോൾ അവർ ഹാപ്പിയായി.